എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോപ്രോയുടെ കുറച്ച് ആക്സസറീസാണ്. ഇത് ഞാൻ വാങ്ങിയേക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഏകദേശം 1390 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ആദ്യം തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു ക്യാരിയിങ് കേസാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് 4 ഐറ്റമാണ്. ഒന്ന് ഈ സിലിക്കോൺ കവറ്, 3 ഫിൽറ്റർ, പിന്നെ വാട്ടർ പ്രൂഫിൻ്റെ കേസ്, പിന്നെ ഈ സ്ക്രീൻ കാർഡ്. ഈ സിലിക്കോൺ കവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറാണിത്. ഇതിൻ്റെ കൂടെ ഇതിനൊരു ക്യാപ്പും ലഭിക്കുന്നുണ്ട്. അറിയാതാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഗോപ്രോ എല്ലാം വീണ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഡാമേജെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ധാരാളം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഈ കാണുന്നൊരു വാട്ടർ പ്രൂഫിൻ്റെ കേസാണിത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു കേസ് തന്നെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളർ കാണുന്നുണ്ടല്ലോ, അതൊരു ലോക്കാണ്. ഇതിങ്ങനെ മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് ഓപ്പൺ ആവും. പിന്നെ സാധാരണ നമ്മൾ ഇതിൻ്റെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ക്യാമറ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂവ് വരുന്നുണ്ട്. ആ ഗ്രൂവിലോട്ട് ഇതിങ്ങനെ താഴോട്ട് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഇതിനകത്തോട്ട് വെള്ളം വരാതിരിക്കാൻ തടയുന്നത് മെയിനായിട്ട് ഈ ഒരു കാണുന്നൊരു ബീഡിങ് ഉണ്ടല്ലോ, ഈ ബീഡിങ്ങാണ് ഇതിനകത്തോട്ട് ഇങ്ങനെ പ്രസ് ആകുമ്പോൾ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ കാലക്രമേണ നമുക്ക് ഈ ബീഡിങ് ദ്രവിച്ച് പോവേ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വെള്ളം കയറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ. അങ്ങനെ എന്തെങ്കിലും ഡാമേജ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഈ 3 ഫിൽറ്റേഴ്സാണ്. പിന്നെ സാധാരണ വരുന്ന പോലെ സ്ക്രീൻ കാർഡും അത് ഒട്ടിക്കാനുള്ള സംഭവങ്ങളും എല്ലാം തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.